അറിഞ്ഞോന്ന് എനിക്കറിയില്ല. എനിക്കൊരു കുഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള സ്പെഷ്യൽ ജൂറി മെൻഷൻ. അപ്പം എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളെന്തായാലും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മളിത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് വന്നത് ഗാർഗി ഫെസിൻ്റെ ബൂട്ടിക്കാണ്. എന്നെ ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമ്മുടെ പ്രിൻസിയായിട്ട് ഗാർഗി ഫെസിൻ്റെ ബൂട്ടിക്കിനെ പ്രിൻസിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അവിടെ പോവാം, നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് അവാർഡ് ഫംഗ്ഷനൊക്കെ പോയി തകർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ള കാരണം അവാർഡ് ഫംഗ്ഷൻ ഇത്തിരി എന്താ പറയുക, നമുക്ക് ആ ഒരു പഴയ നിറവിലല്ല നടത്താൻ പറ്റുക, ഭയങ്കര ചുരുക്കിയാണ് നടത്തുന്നത്. ബട്ട് എനിവേ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ഞാൻ ഒട്ടും മോശമാവുന്നില്ല. സോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേറെ ഇൻട്രോ എടുത്തിട്ടത്. അപ്പം ഞങ്ങൾ ഫ്ലെക്സ് മോളിലേക്കാണ് പോയത്. അവിടെ ലിസ്റ്റിൽ കയറുന്നോട്ട് ഞാൻ വീഡിയോ എടുത്തുള്ളൂ, അതിന് മുമ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതിനകത്ത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ സോറി, നിങ്ങളെല്ലാവരും ദയവായി ക്ഷമിക്കണം. അപ്പം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗാർഗി ഫെസിൻ്റെ ബോട്ടി മൊത്തത്തിലൊരു ഫാസിനേഷൻ തന്നെയാണ് നമ്മുടെ ഗാർഗി ഫെസിൻ്റെ ബോട്ടി. നമുക്ക് പോവാം. കാണിക്കും നമ്മുടെ ഷോപ്പിന്റെ എല്ലാമായ ഫ്രണ്ട്സിന്റെ എല്ലാമായി ശിവാനിക്ക് ഒരു അവാർഡിന് ഒരു ഡ്രസ്സ് ഞാനിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊരി ഡ്രസ്സ് ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ കാരണം അവാർഡ് നേടുമ്പോൾ ഞാൻ ആദ്യം ഗാർഗിയാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് തന്നെയാണ് നേരെ ഇവിടെ പോകുന്നത്. കാരണം ആൻറ്റിയുടെ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഒരു അടിപൊളി ബ്ലൂ ഫ്രോക്ക് ഉണ്ട്, അതൊക്കെ നമ്മുടെ പ്രിൻസ് ആൻറ്റിയുടെ ക്രിയേഷൻസ് ആണ്. അപ്പം എന്തായാലും അതിനെ വെല്ലുന്നൊന്നായിരിക്കുമല്ലോ ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അതെടുത്ത് തന്നെ അപ്പോൾ ശിവന്റെ മെഷർമെന്റ് എടുക്കാം. സുന്ദരിക്കുട്ടിക്ക് സുന്ദരിയായിട്ടുള്ള ഉടുപ്പ് സെറ്റാക്കി. പിന്നെന്താ ഗാർഗി നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്കൊരു ഫോക്കസ് മാറില്ലേ. പിന്നെ സുന്ദരിക്കുട്ടിക്ക് സുന്ദരിയായിട്ടുള്ള ഉടുപ്പ് നല്ല ഭംഗിയിൽ സെറ്റാക്കി തരും കേട്ടോ. ഗാർഗി പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണല്ലോ. അപ്പൊ ചേച്ചി എടുക്കാം. എന്താ ശിവാനിയുടെ മനസ്സിലേച്ചുള്ളത്? ഭയങ്കര ഫ്ലഫായിട്ടല്ല, ഇച്ചിരി സ്ലീക്കായിട്ട് എന്നാൽ ഒട്ടും ഞാൻ ആന്റിക്ക് സംഗീതം നോക്കിയിട്ട് അതിൽ ആന്റിക്ക് കൊള്ളാമെന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. മ്യൂസിക് വരത്തുള്ളൂ, ഇതൊക്കെ എടുക്കണമെന്ന് ആവശ്യം തന്നെയില്ല, നമുക്ക് എന്തെങ്കിലും കാണിക്കണമല്ലോ. ഞാൻ ഓരോ ഡ്രസ്സുകൾക്ക് ഹീല് ഇടുന്നതിനാണ്. നമ്മൾ ന്യൂ ഇയർ നൈറ്റിന് കണ്ടില്ലേ, അതിനേക്കാൾ കുഞ്ഞു അവള് ചെറുതായി തടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉണ്ടേ കവളൊക്കെ കൂടിണ്ട്. അതെ, അല്ല അതായിട്ട് പറഞ്ഞു പോയ ആൾക്ക് അത് പറ്റി ഇങ്ങനെ എന്റെ രണ്ടാളും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞേ, ഒരു 2 ഇഞ്ചിന്റെ ഹീൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് പ്രൊഫഷണൽ ആവും. അടി എന്ന് പറഞ്ഞതിന് പേടിപ്പിക്കാനാ പറഞ്ഞത്. അത്രയില്ല അവാർഡ് എന്ന് പറഞ്ഞ ശിവാനിക്കുട്ടിയുടെ കൈകളിലല്ലേ എല്ലാം. തീർച്ചയായിട്ടും. പിന്നെ ഡ്രസ് ഞാൻ മോശക്കോ ഒരിക്കലുണ്ടല്ലോ. ഷെയ്ഡ്സ് ഏതൊക്കെയാണ് ഉണ്ണിക്ക് ഇഷ്ടം? അങ്ങനെയൊന്നും ഇല്ലേ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. എനിക്ക് ഇതിനെ പറ്റി വലിയ ഇതൊന്നുമില്ല. അല്ല, ലൈക്ക് കുറച്ച് വേണമെങ്കിൽ മറ്റേ ഗ്ലിറ്റർ ടൈപ്പ്, ലൈക്ക് മറ്റേ സ്റ്റോൺസ് കുറച്ച് ഷൈനി ആയിട്ട് കിട്ടുന്നതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ അവിടെ അങ്ങനെ പൊളി സാധനം ഉണ്ടാവും. ആര് ശിവാനി ഇപ്രാവശ്യം
പ്രോട്ടോകോൾ ഉള്ള കാരണം അധികം ഒരാൾക്ക് എന്തേ വരാൻ പറ്റും. ആണോ? ആണോ? അത് ചെക്ക് ചെയ്തിട്ട് തന്നെ അവരുടെ കൊറോണ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ആന്റിജനെല്ലാം കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. ആ ചെക്ക് ചെയ്ത് സാറില്ല അവരിപ്പം ഇവിടെ തന്നെ എടുക്കണല്ലേ? സ്റ്റേജിൽ കയറുമ്പോൾ വേണം. കയറുന്നതിന് മുമ്പ് നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, കയറുന്നതിന് മുമ്പ് അതെ അതെ മിനിസ്റ്റർ ഉള്ളതല്ലേ അതുകൊണ്ട് മെയിൻ ഏരിയാസ് നമുക്കൊന്ന് തൊട്ട് തൊട്ട് പോകാം. അപ്പോൾ ഇവർ മെയിൻലി നമ്മുടെ ഗാഗി ഫെസിനെ പോയിട്ട് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രൈഡൽ ഗൗൺസിൽ സ്കേർട്ടുകളൊക്കെ വേണമല്ലോ. ഭയങ്കര അടിപൊളി സ്പെസിഫിക് ഡിസൈനാണെല്ലാം. എനിക്കതിന് ഇഷ്ടമായിട്ടോ. എൻ്റെ കല്യാണം ഞാൻ അറിയിക്കാം. എനിക്ക് പ്രത്യേകം ഒരു ഗൗണും ഒരു പാവാടയൊക്കെ തയ്ച്ചു തരും. എനിക്ക് ഞാൻ പറയുന്നില്ല ഒന്നും, എനിക്കറിയാം. അതെ അങ്ങനെ അടിപൊളി ചേച്ചി ഒന്നും എടുത്തരും. എനിക്കതിനുള്ള പൊക്കം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മെയിൻ ഇതൊക്കെ കണ്ടോ, ഭയങ്കര ആ ഒരു ഭയങ്കര ഫിനിഷിങ് ടച്ചാണ്. അടിപൊളിയായിട്ടില്ലേ? ഇങ്ങനത്തെ ഇവർ മെയിൻലി ബ്രൈഡൽ ഗൗൺസ് ഒക്കെയാണ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ മിയ ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ ഇവരായിരുന്നു ഗൗണൊക്കെ ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു. കണ്ടോ, ഭയങ്കര ഒരു സ്പെസിഫിക്നെസ് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് ബ്ലൗസസും നോക്കി പോവാം. ചേച്ചി പോവാം. ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, കളേഴ്സും ഒക്കെ. ഈ ഇതൊക്കെ എല്ലാത്തിൻ്റെയും ഒന്നും ഒരേ ടൈപ്പിനില്ല, എല്ലാം സ്പെസിഫിക് ആയിട്ട് ഓരോ മോഡലാണ് ചെയ്യാറ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ ഫോളിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹോളി കമ്മ്യൂണിന്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ റിസപ്ഷൻ മെയിൻലി വെഡിങ് ആണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ കണ്ടോ, കോട്ടൊക്കെ ആയിട്ട്. ഇതൊക്കെ റിസപ്ഷൻ്റെ ആയിരിക്കും അല്ലേ? പാർട്ടിയും റിസപ്ഷൻ വയസ്സ് തിളങ്ങി നിൽക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. ഭയങ്കര യൂണിക് ഡിസൈൻസ് ആണ്. നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം. വെഡ്ഡിങ് ബ്ലൗസസ്, അതും ഒരുപാട് ഇതൊക്കെ ഭയങ്കര ആ വർക്കിൻ്റെ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര അടിപൊളി ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇത് നോക്കാം വെച്ചാൽ ആ ഇതൊക്കെ കണ്ടു, ഭയങ്കര ആ ഫ്ലവറൊക്കെ ആയാലും നമ്മൾ ഇടുമ്പോഴത്തേക്കും ഭയങ്കര എടുപ്പാണ്. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഇത് നമ്മൾ അവിടെ കണ്ടതിന്റെ ക്രോപ്പ് ടോപ്പ് പോലെ അങ്ങനത്തെയാണ്. ഇതൊക്കെ ബ്രൈഡൽ ബ്ലൗസസ്. ആ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ ഇതിന്റെ കൈയൊക്കെ നോക്കിയാൽ അതേ ഉണ്ടോ, ഒക്കെ ഭയങ്കര അടിപൊളി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, അപ്പം എല്ലാം സ്പെഷ്യലി കസ്റ്റമൈസ്ഡ് ആണ് ഇവരെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു തരും. കണ്ടല്ലോ, ഡിസൈനൊക്കെ ഭയങ്കര യുണീക്കാണല്ലേ? യുണീക്കാണ്. നമ്മൾ സാരി ഇൻസ്പയർ ചെയ്ത ഡിസൈൻ ചെയ്യാം. ഓക്കെ. അതുതന്നെ ഈ ഏരിയയിലേക്ക് വന്നാൽ നമ്മളിതുവരെ കാണാത്ത വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടറിയും ചിലപ്പോൾ. ഇതൊക്കെ ഭയങ്കര ഈ നെക്കൊക്കെ കണ്ടോ, ഇതൊക്കെ ഭയങ്കര യുണീക്കാണ്. ഇതൊക്കെ എവിടെ എങ്ങനെ ചെയ്യുന്നതാണ്? ഹാൻഡ് വർക്ക്, എല്ലാം ഹാൻഡ് വർക്ക്. ഓക്കെ. അതിൻ്റെ നോക്കുന്ന കലങ്കാരിയും ഒക്കെ ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരും എല്ലാം. ഇപ്പോൾ ഈ ബ്ലൗസ് ഒക്കെ നമുക്ക് നോക്കിയാൽ വർക്കൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ക്ലാസി ഒരു ടച്ചാണ്. കണ്ടോ, ആ ഒരു നെറ്റൊക്കെ വന്ന് ഭയങ്കര എലാബറേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും പ്രിൻസ് ആൻറ്റിക്ക് ഇതിൻ്റെ കൈയടി കൊടുത്തേ പറ്റൂ കേട്ടോ, ഇങ്ങനത്തെ അപാര ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ കണ്ടോ, ഭയങ്കര അടിപൊളിയാണ് സാരി. എന്തായാലും ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ഭാഗത്തിൽ ഒരു ഫ്രോക്ക് കണ്ടു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ നമ്മുടെ പ്രിൻസ് ആൻറ്റി എനിക്ക് ചെയ്തിരുന്ന ഫ്രോക്കിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. ഈ ഡ്രസ്സ് എനിക്ക് ശേഷം ഫ്രണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മളൊരു റാമ്പിനൊക്കെ നടക്കുമ്പോഴത്തേക്കുള്ളൊരു ഇതാണ്. എന്തായാലും ഇത് ആൻറ്റി ചെയ്ത് നോക്കി വെച്ചാൽ
ഫ്രണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഫുൾ ഇങ്ങനെ പീസസ് വെച്ച് ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫറി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും. എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് വരാം. കമാൺ. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ട ഡ്രസ്സ്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻറ്റിയുടെ ഡിസൈൻസും ആൻറ്റിയുടെ ഐഡിയാസ് എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പെർഫെക്റ്റ് ഡ്രസ്സ് നമുക്ക് തരും ഇല്ലേ? ദാറ്റ്സ് യുവർ സർവീസ്, റൈറ്റ്? അതാണ്. അപ്പോൾ എന്തായാലും അതെ, നമുക്ക് പോരാം. നമുക്ക് ഇനിയും ഇവരെ വെഡ്ഡിങ് സാരിയും സാരിയുടെ ഒരു സെഷൻ അതും കൂടി ഞാൻ കാണിക്കാം. ജസ്റ്റ് അമ്മേ, ഇത് കണ്ടല്ലോ, ഇത് റിസപ്ഷൻ്റെ സാരിയാണല്ലേ? റിസപ്ഷൻ സാരി. ഓക്കെ, അപ്പം എംബ്രോയിഡറിയൊക്കെ ചെയ്ത് ഒക്കെ ഹാൻഡ് വർക്കാണ്. ഭയങ്കര ഇത് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു എടുപ്പുണ്ട്. അപ്പോൾ ഇട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരിക്കും, പ്രത്യേകിച്ച് നൈറ്റ് ലൈറ്റിലൊക്കെ. അപ്പം അതിനനുസരിച്ചാണ് ഒരു ഓരോ ഒക്കേഷനും നമ്മളിങ്ങനെ നോക്കിയാണ് ഇവരെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ബ്ലൗസ് അല്ലേ? ആ ഒരു കോമ്പിനേഷൻ കണ്ടോ? നമ്മൾ അധികം കാണാത്തൊരു കോമ്പിനേഷൻ കളറാണത്. ഭയങ്കര യുണീക്കാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് വേറെ. ഇതൊക്കെ ഉണ്ടല്ലോ, കണ്ടോ? എൻ്റെയൊക്കെ ഭയങ്കര രസമായിട്ട് ബോർഡറൊക്കെ ചെയ്ത് അതിന് മാച്ചിങ് ബ്ലൗസും ഭയങ്കര യുണീക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാഗി ഫെസിൻ്റെ ബ്യൂട്ടിക്കിലെ വിശേഷങ്ങൾ ആൻഡ് വൈവിധ്യങ്ങൾ. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റീസിന് ഒരുപാട് ചെയ്യാറുണ്ട്. നമ്മുടെ സുബ്ബലക്ഷ്മി ചേച്ചിയുടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തതാണ്. ഈ നെക്കിൻ്റെ വർക്കൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ക്ലിയർ ആയിട്ട് ഭയങ്കര യുണീക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ചേച്ചിക്കും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ ഗാഗി ഫെസിൻ്റെ ബ്യൂട്ടിക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഡ്രസ്സുകൾ. എല്ലാം കസ്റ്റം മെയ്ഡാണ്. ഇതിപ്പോൾ ന്യൂ ആയിട്ട് വന്ന ഔട്ട്ഫിറ്റ്സ് ആണ്. വെഡ്ഡിങ് സ്കേർട്ടും ടോപ്പും ഗൗണും പാർട്ടി വെയറൊക്കെ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഫസ്റ്റ് ചേച്ചി ഒന്ന് നെഗറ്റീവ്. ഇത് ഒരു ബ്ലൗസും ടോപ്പുമാണ്, ബ്ലൗസും സ്കേർട്ടുമാണ്. കണ്ടല്ലോ, ആ മലയുടെ അതേപോലുള്ള നെക്കൊക്കെ വന്ന് ഷോൾഡേഴ്സും കട്ട് ചെയ്തതിൽ ഷോൾഡേഴ്സൊക്കെ ആയിട്ട് അതും ഭയങ്കര രസമായിട്ടുണ്ട്. അതും താഴെയൊക്കെ നോക്കിയ വർക്കൊക്കെ ഭയങ്കര ഡിഫൈൻഡ് ആണ്. അതുതന്നെ ഇതും ഒരു സ്കേർട്ടാണ്. ദെൻ ഇതും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ടും ഒരു ദുപ്പട്ടയും ഒരു ടോപ്പും. അതും ഭയങ്കര രസമായിട്ട് ഈ വർക്ക് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കാരണം പേളൊക്കെ വന്ന്
ഭയങ്കര ഗ്ലേസിങ് അല്ല എന്നാൽ ഒരു ഭയങ്കര ക്ലാസിക് ടച്ചുള്ള ഇതാണ്. അതുപോലെ തന്നെ ബ്ലൂ ഗൗൺ, ഇതൊക്കെ വെഡിങ് റിസപ്ഷൻ്റെ ആണല്ലേ. വെഡിങ് റിസപ്ഷൻ്റെ ഉണ്ട്, പാർട്ടി വെയർ ഉണ്ട്, പാർട്ടി വെയർ ഉണ്ട്. ഇതൊക്കെ കണ്ടല്ലോ, ഹാൻഡും എല്ലാം ഭയങ്കര ഇതാണ്. പിന്നെ ഇതാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചത്. കാരണം ഈ ഒരു കളർ നമ്മൾ അധികം അങ്ങനെ ഗൗൺസിൽ കാണാറില്ലാത്തൊരു കളറാണ് ഈ മെറ്റീരിയലും. ഇപ്പം ഇത് ജെണ്ടുമല്ലി പൂവിനെ ബേസ് ചെയ്തിട്ട് ഇവർ ചെയ്തൊരു ഡ്രസ്സാണ്. നമുക്ക് കണ്ടല്ലോ ഫുള്ള് എംബ്രോയിഡറി. കൈ ഒന്ന് കാണിച്ചു ചോദിച്ചു, കയ്യിലും ഒക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറും എല്ലാം. ഭയങ്കര രസമായിട്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ അതും യൂണീക്കായിട്ട് തന്നെ എന്തെങ്കിലും പറയാം, റഫിൾസ്. യെസ്, റഫിൾസ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു പോമൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, ഇത് നമ്മുടെ ബാപ്റ്റിസത്തിൻ്റെ ആണല്ലേ. ബാപ്റ്റിസത്തിൻ്റെ എന്തിനായിരുന്നു? ഹോളി കമ്മ്യൂണിയൻ്റെ ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ വീഴുന്ന പോലെ ശരിക്കും ഇതിട്ടൊരു ഒരു മാലാഖയെ കണക്കുണ്ടാവും. ഞാൻ സീ ദാറ്റ്. അതുപോലെ തന്നെ എല്ലാ വർക്കും കറക്റ്റ് ഡിസൈൻ ചെയ്ത് ഒരിടത്ത് പോലും നമുക്കൊരു പിഴവ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ്. ആൻഡ് ഇതും ഒക്കെ ഹാൻഡാണ്, ഒക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ പാർട്ടി ഡ്രസ്സുകളാണല്ലേ, പാർട്ടി വെയർ ആണ്. ഇതും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ചുരീസാണ്. നമ്മളധികം ഇങ്ങനെ ഒരെണ്ണം കൂടി ഇതേപോലെ തന്നെ ഇതും ഇവര് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഡ്രസ്സിനെ കാരണം നമുക്ക് ഒരു ഡ്രസ്സിനെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത്രയും ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് ഡ്രസ്സ്. ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു ഇതൊക്കെ വന്ന് ബാക്കിലും അതേ കണക്ക് തന്നെ ഒരു റൗണ്ട് ഇതൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിട്ട് നിൽക്കുമ്പോഴത്തേക്കും ശരിക്കും ഈ വുമൺ വിൽ ബി എ ക്വീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ സൽവാർ ആൻഡ് കുർത്ത സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കണ്ടത് ഇതാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് എന്ത് വർക്കായിരുന്നു ചേച്ചി? ഇത് പേസ്റ്റൽ ഷെയ്ഡിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നതാണ്. ആരി വർക്കാണ്, നമ്മൾ ഹാൻഡ് വർക്കിൽ എല്ലാം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വാട്ടർഫോൾ വീണ് കിടക്കുന്നതാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഷുഗർ ബീഡ് വർക്കും പിന്നെ എംബ്രോയിഡറി ആണ് ഇത്. ഓക്കെ, ആ കളറും വരുമ്പോൾ ഈ ഒരു തിളക്കം മൊത്തത്തിൽ ഒരു ഭയങ്കര ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്തിലും കിട്ടും. അതുപോലെ തന്നെ എല്ലാം ഇതും ഫുൾ ഹാൻഡ് എംബ്രോയിഡറി. അങ്ങനെ പല കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ഇതിപ്പോൾ നമ്മൾ നടക്കുന്നത് തൃശ്ശൂരാണ്. പക്ഷേ തൃശ്ശൂർ അതുപോലെ തിരുവല്ലയിൽ ഷോറൂം ഉണ്ട്. പക്ഷെ അവിടെ രണ്ടിടത്തും വന്ന് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടായാലും ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇന്ന് ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എവിടെയാണെങ്കിലും 2 to 3 വീക്സിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്തായിരിക്കും. കാരണം ഓസ്ട്രേലിയയിലേക്കൊക്കെ പല ഓർഡേഴ്സും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ ഓർഡർ ചെയ്ത് പൊളിയാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഈ കളറൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര യുണീക്കാണ്. ഒരെണ്ണം പോലും സെയിം അലൈക്കായിട്ടില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഷെയ്ഡിങ് ഒക്കെ ഭയങ്കര കളർ, ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ അത്ര കംഫിയാണ്, നമുക്കെന്ന് വെച്ചാൽ ഭയങ്കര പോഷായിട്ട് കംഫി ആയിട്ടുള്ളൊരു ഇതാണ് ചെയ്തു തരുന്നത്. ആൻഡ് ഈ വർക്കൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ കണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഇല്യൂഷൻ ടൈപ്പ് ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ വർക്ക്? ഇത് എന്ത് വർക്കാണ് ചേച്ചി? ഇതും ട്യൂബീഡിൻ്റെയും ത്രെഡ് എംബ്രോയിഡറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ചുരി ആൻഡ് കുർത്ത സെഷനിൽ വരുന്നത്. ഈ നെക്കൊക്കെ കണ്ടോ എന്ന് വെച്ചാൽ ഏതൊരു ഇതിനും നമുക്ക് സിമ്പിൾ പാർട്ടി ടു ഹൈ ഒരു റിസപ്ഷന് വരെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്യുക. എന്ന് വെച്ചാൽ ഭയങ്കര യുണീക്നെസ് ആയിരിക്കും. നമുക്ക് ഒരാളിൽ നിന്ന് നമ്മൾ ഭയങ്കര വേരി ചെയ്യും. അതെ, ഇതൊക്കെ കണ്ടോ, പൂവൊക്കെ അതിൻ്റെ പെർഫെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബീഡിൻ്റെയൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മിയ ചേച്ചിയുടെ കല്യാണത്തിന് ഉള്ളൊരു ഈ ഗൗണൊക്കെ നമ്മുടെ ഗാലി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ വെഡിങ് ഈവിനൊക്കെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സി ആൻറ്റി. അപ്പോൾ വെഡിങ് ഡേക്ക് പോയപ്പോഴത്തേക്കും കൊടുത്തിരിതാണ്. ഇത് നമ്മുടെ അരിഞ്ചേട്ടനാണ്, ആൻറ്റിയുടെ
ബ്രദറിലോ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ആൻറ്റിയുടെ ഡ്രസ്സുകളെല്ലാം ആൻറ്റി തന്നെയാണ് ഡിസൈനിങ്. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് സെലിബ്രിറ്റി ഹാൻഡ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രിയ പി വാര്യറിനായാലും അതുപോലെ തന്നെ വെൻസി ചേച്ചിക്കും ഒരുപാട് പേർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ ഖുറേഷിക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ബൊട്ടിക്കിന് ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. പ്രിൻസി ആൻറ്റിക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോ ഇവിടെ കാണാം. ഇത് എന്തിൻ്റെ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇത് എമിനന്റ് ബൊട്ടീക്ക് ഓഫ് ദി ഇയറിലെ അവാർഡ് കിട്ടിയതാണ്. അതേപോലെ വേറെയും കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഓണർപ്രണർ ഓഫ് ദി ഇയറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഡിസൈനറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ എല്ലാം ഗാഗി ഫെസ്റ്റിന്റെ ബുട്ടിക്കിന് സ്വന്തം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് അവാർഡ്സ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. ഇത് മാത്രമല്ല, ഒരുപാട് സ്പെഷ്യൽ വെഡിങ് ഗൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വർക്കൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര യുണീക്കായിട്ട് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഓരോ വർക്കാണ്. അപ്പം എന്തായാലും ഓൾമോസ്റ്റ് എൻ്റെ ഇവിടുത്തെ പഠിപ്പാടുകളൊക്കെ കഴിയാറായി. അപ്പോൾ ഞാൻ പതിയെ ഇവിടുന്ന് നിങ്ങൾ പോവാണ്. അപ്പോൾ അതായത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം. ചേച്ചിയാണ് ഇവിടുത്തെ കൊണ്ടിറക്കുന്നത് മുഴുവൻ ചേച്ചിയാണ്. ഒരു ചേച്ചി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഗാഗി ഫെസിന ബൂട്ടിക് ആൻഡ് ഇറ്റ്സ് വെരി ഓൺ ഫൗണ്ടർ. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ കണ്ടത് പ്രിൻസേൻ്റെ കലാവിരുദ്ധകളാണ്, ഡിസൈനിങ് ആണ്. അപ്പോൾ എന്തായാലും എനിക്ക് വരെ ഇപ്പം ആ ഡ്രസ്സ് ഭയങ്കര സസ്പെൻസ് ആയിട്ടാണ് നമ്മുടെ പ്രിൻസേൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തായാലും ഇത് അറിയാം എങ്ങനെയാണ് ആ ഡ്രസ്സ്. 2 ദിവസം കൂടി 2 days ജസ്റ്റ് മാറ്റർ ഓഫ് ഫുഡ്. ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഇവർക്ക് 1 ദിവസം സമയം എടുക്കുന്നുള്ളൂ. ഒക്കെ ഫട്ടാഫട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര അർജൻസി ആണെങ്കിലും കൊടുത്താൽ പെട്ടെന്ന് ആൻറ്റി ചെയ്ത് തരുന്നതായിരിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വാവകൾക്ക് തൊട്ടിട്ട് ന്യൂ ബോൺസിന് തൊട്ടിട്ട് എത്ര വയസ്സൊക്കെ വെഡ്ഡിങ് ഗൗൺസ് ആയാലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ചെയ്തു തരുന്നതായിരിക്കും. അതും നമ്മൾ പറയുന്ന ബഡ്ജറ്റില്ല, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് മാക്സിമം എല്ലാം ഒക്കെ റെഡിയാക്കി ബെസ്റ്റ് എപ്പോഴും ഗാർഗി ഫെസിന ബൊട്ടിക്കിൻ്റെ വക നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും വാട്ട് ദി പ്രൊഡക്റ്റ് ഈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ബയോയിലിടുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും നോക്കുക. ആൻഡ് നമ്മുടെ പ്രിൻസേൻ്റെ പേഴ്സണൽ നമ്പറും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഇൻക്വയറി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, വിരൽത്തുമ്പിൽ പ്രിൻസേൻ ഉണ്ടാവും. അപ്പോൾ അതാണ്. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഞാൻ എന്തായാലും അടുത്ത വ്ലോഗ് ഇടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിനെയൊക്കെ കണ്ട് അടിച്ചു പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാഫിനൊക്കെ കമോൺ. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം എൻ്റെ പുറകെ ഓടിയോടി ഇവർക്ക് ഒരു വഴിയായി കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു. അരുൺ ചേട്ടനും താങ്ക് യു. ഇവരാണ് നമ്മുടെ ഹോൾ ഗാർഗി ടീം. ഒരാളോട് നമ്മുടെ ഷാജിയങ്ങളൂടെ ഉണ്ട്. ഷാജിയങ്ങളില്ല ഇവിടെ, ഷാജിയങ്ങൾ പുറത്താണ്. അപ്പോൾ അത് കാരണം ഷാജിയങ്ങളൂടെ ഉണ്ടെങ്കിൽ ഈ ഗാർഗി ടീം ഫുൾ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ബേബി നിങ്ങൾക്ക് വിളിക്കാൻ യു ആർ വെരി ഫ്രീ ടു ചൂസ് ഇറ്റ്. അപ്പം എന്തായാലും ഞാൻ പതിയെ ഇറങ്ങട്ടെ. ഞാൻ സ്കൂളിൻ്റെ ഒക്കെ പണ്ടൊക്കെ നിൽക്കുമായിരുന്നു ഇവരോടൊപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും കാണാൻ എൻ്റെ കുഞ്ഞു ബാഗ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ എവിടെയോ അതിൻ്റെ. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പതിയെ ഗമിക്കട്ടെ. ടാറ്റാ.